ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാ വർഷവും ഡിസംബർ 16 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിനെ വിജയ ദിവസം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. പാകിസ്ഥാനെ നമ്മൾ സമഗ്രം എന്ന് പറഞ്ഞാൽ വൻ എന്താ ഒരു കോംപ്രിഹെൻസീവ് വിക്ടറി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. പാകിസ്ഥാന്റെ മുകളിൽ 1971 ബംഗ്ലാദേശ് വാർ എന്നറിയപ്പെടുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനെ നമ്മൾ അല്ലെങ്കിൽ ഭാരതത്തോട് അമ്പേ തോറ്റ പാകിസ്ഥാൻ ധാക്കയിൽ കീഴടങ്ങുകയും ആ കീഴടങ്ങുന്ന വേളയിൽ ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പുവെക്കുകയൊക്കെ ചെയ്ത ഒരു ദിവസമാണ് ഡിസംബർ 16 1971. രാജ്യസുരക്ഷയ്ക്കായിട്ട് ജീവൻ ത്യജിച്ച സൈനികരുടെ ആത്മാർപ്പണത്തിനും അതുപോലെ തന്നെ ധൈര്യത്തിനും ഒക്കെ തന്നെ രാഷ്ട്രം ഈ ദിവസം എല്ലാ വർഷവും ആദരവർപ്പിക്കുന്നത് പതിവാണ്. ഈ ദിവസമാണ് നമ്മൾ ബംഗ്ലാദേശിനെ പാകിസ്ഥാന്റെ ദുഷ്ട കരങ്ങളിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കുകയും അതുപോലെ തന്നെ ആ ഒരു വൻ വിജയം നമുക്ക് പാകിസ്ഥാന്റെ മേലിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചതൊക്കെ ഈ ഒരു ദിവസമാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണ്. ഈസ്റ്റ് പാകിസ്ഥാൻ എന്നാണല്ലോ ബംഗ്ലാദേശിനെ അന്ന് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം പാകിസ്ഥാനിൽ നിന്നും അത് സ്വതന്ത്രമായതിനു ശേഷം ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യമായി, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രാജ്യമായി മാറി. അതിനുശേഷം നമുക്കറിയാം അവിടുത്തെ പൊളിറ്റിക്സ്, ഇന്നുവരെയുള്ള പൊളിറ്റിക്സ് ഒക്കെ നമുക്കറിയാം. പക്ഷെ അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ആ ഒരു ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഡിസംബർ 16 വിജയ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. കാർഗിലിൽ നേടിയ വിജയവും അതുപോലെ തന്നെ ജൂലൈ 26 നാം കാർഗിൽ വിജയ ദിവസമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. കാർഗിൽ ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ, നമുക്ക് പാകിസ്ഥാൻ പിന്നെ ഈ പറഞ്ഞ പ്രദേശത്ത് നുഴഞ്ഞു കയറി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമുക്ക് അല്പം ലേറ്റായിട്ടാണെങ്കിലും മനസ്സിലാക്കിയതിനെ നമുക്ക് കുറേ ശ്രമങ്ങളുടെ ഫലമായിട്ട് നമുക്ക് പാകിസ്ഥാൻ വിട്ട തീവ്രവാദികളെയൊക്കെ നമുക്ക് പരാജയപ്പെടുത്താനും അല്ലെങ്കിൽ തോൽപ്പിക്കാനൊക്കെ സാധിച്ച ദിവസമാണ് നമ്മൾ കാർഗിൽ ദിവസമായിട്ട്, വിജയ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. 1971 ഡിസംബർ 16 ഏകദേശം 13-14 ദിവസം നീണ്ടുനിന്ന യുദ്ധം പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നമുക്ക് നിർണായക വിജയം നേടുവാൻ കഴിഞ്ഞു. പക്ഷേ അതിനകത്തിലെ ഏറ്റവും ഒരു നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മളെ അതിനുശേഷം വന്ന തലമുറകളെയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ, അന്ന് നമ്മളുടെ പക്കൽ ഇന്ത്യൻ സൈന്യത്തിന് ഏകദേശം 93,000 പാക് സൈനികരെ നമുക്ക് പ്രിസണേഴ്സ് ഓഫ് വാറായിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത്. പക്ഷെ അവരെല്ലാം നമ്മൾ ഒരു ഉപാധിയില്ല അവരെ വിട്ടയക്കുകയായിരുന്നു എന്നുള്ളത് പിന്നീടുള്ള നമുക്ക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും അല്ലെങ്കിൽ രാഷ്ട്രീയ എന്താണ് പറയുന്നത് ആ ഒരു ഡിബേറ്റിലൊക്കെ തന്നെ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് അറിയുന്നത് പറയുകയും 93,000 പ്രിസണേഴ്സ് ഓഫ് വാർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ നമുക്ക് ഗ്ലോബലി പ്രഷേഴ്സൊക്കെ ഉണ്ടാകാം നമുക്ക് തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ പോലുള്ള ഇന്ത്യ അല്ല അന്ന്. നമ്മളുടെ പ്രധാനമന്ത്രി വളരെ ശക്തമായിട്ടുള്ള, അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി വളരെ ശക്തമായിട്ടുള്ള ധീരമായിട്ടുള്ള നിലപാടുകൾ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാ വർഷവും ഈ പറഞ്ഞ യുദ്ധസ്മാരകങ്ങളിൽ പുഷ്പചക്രങ്ങൾ സമർപ്പിക്കുകയും അതുപോലെ തന്നെ ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പതിവാണ്. പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവികളും ഒക്കെ തന്നെ. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ നേതൃത്വം നൽകി, അതായത് ഇന്നത്തെ നമ്മളുടെ ഈ പറഞ്ഞ ഇപ്പോൾ അവിടുന്ന് ഇന്ത്യയിലേക്ക് വന്ന അവരുടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയുടെ പിതാവായിട്ടുള്ള ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് അന്നത്തെ ഈ പറഞ്ഞ മുക്തി വാഹിനിക്ക് നേതൃത്വം നൽകിയതും ആ മുക്തി വാഹിനിക്കാണ് ഇന്ത്യ സപ്പോർട്ട് കൊടുത്തതും. അപ്പോൾ അത് അവരുടെ നേതൃത്വത്തിലാണ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരം കത്തിപ്പടർന്നതും ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിന് നമ്മൾ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഭാരതത്തിന് സഹായം തേടുകയും ഈ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അങ്ങനെ ഇന്ത്യ അവരെ സഹായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഭാരതം ഇടപെടുമെന്ന് ഉറപ്പായതോടെ പാകിസ്ഥാൻ നമുക്ക് എതിരെ യൂണിലാറ്ററലായിട്ട് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. നമ്മുടെ ഏകദേശം 8 വ്യോമസേന എയർബേസുകളോളം അവർ അറ്റാക്ക് ചെയ്തു.
ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന പേരിലാണ് അവർ ആ ഓപ്പറേഷനെ വിളിച്ചത്. ഇതോടെ ഡിസംബർ 3-ന് ഭാരതം നമ്മൾ അതിശക്തമായിട്ടുള്ള തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കുകയും 16-ന് നിർണായക വിജയം നമുക്ക് നേടുവാൻ സാധിക്കുകയും ചെയ്തു. അന്ന് ഇന്നത്തെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയിലെ പാകിസ്ഥാൻ ഭാരതവുമായി കീഴടങ്ങൽ കരാറിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു. കിഴക്കൻ പാകിസ്ഥാൻ അന്ന് രൂപം കൊണ്ടു. സോറി, കിഴക്കൻ പാകിസ്ഥാൻ അല്ല, കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ സ്ഥലം ബംഗ്ലാദേശായിട്ട് രൂപം കൊള്ളുകയും ചെയ്തു. പിന്നെ അത് ബംഗ്ലാദേശായി. 93,000 പാകിസ്ഥാൻ പട്ടാളക്കാരെ നമുക്ക് തടവുകാരായിട്ട് നമ്മൾ പിടിച്ചത്. പാകിസ്ഥാൻ സൈന്യവും അന്നത്തെ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളെയാണ് മാസക്കർ ചെയ്തത്, കൊന്നൊടുക്കിയത്. 10 ലക്ഷത്തോളം ബംഗ്ലാദേശികളാണ് ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി എത്തിയത്. അത് നമുക്ക് പിന്നീട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ഉണ്ടാക്കി വെക്കുന്ന ഡെമോഗ്രാഫിക് പ്രോബ്ലംസിനെയൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ രാജ്യത്ത് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും അതോ ആയിരുന്നു എന്നുള്ള നമ്മൾ ആരും മനസ്സിലാക്കണം. കാരണം പാകിസ്ഥാൻ യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാനെ കൊണ്ട് ആരാണ് യുദ്ധം ചെയ്യിപ്പിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ശരിക്കുള്ള ആഡ്വേഴ്സറി പാകിസ്ഥാൻ അല്ല. പാകിസ്ഥാൻ നമ്മളുടെ ഇന്ത്യയുടെ ശരിക്കുള്ള ശത്രുവിൻ്റെ അല്ലെ ശത്രുക്കളുടെ ഒരു ടൂൾ മാത്രമാണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പാകിസ്ഥാൻ അവരുടെ പ്രോക്സിയാണ്. പാകിസ്ഥാൻ അവരുടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇന്ത്യയെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കാനും അല്ലെങ്കിൽ പല രീതിയിലും ഇന്ത്യയെ പിന്നെ എന്താ പറയുന്നത്, ഇന്ത്യയുടെ വളർച്ച, എല്ലാ രീതിയിലുള്ള വളർച്ചയെ തടയുക എന്നുള്ള ഒരു ദീർഘകാല ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടി പാകിസ്ഥാനെ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞാണ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുകയും അവരതിനെ അവരുടെ കൃത്യമായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു ടൂളായിട്ട്, പ്രോക്സി ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകൾ ഇന്നും ബംഗ്ലാദേശിലും വളരെ സ്ട്രോങ് ആണ്. നമുക്കറിയാം ജമാഅത്തി ഇസ്ലാമി, അവരാണ് മറ്റേ അവാമി ലീഗുമായിട്ട് ബീഗം ഖലിദാസിയ എന്ന് പറയുന്ന അവാമി ലീഗിന്റെ നേതൃത്വം വഹിക്കുന്ന അവരുമായിട്ട് കൂട്ടുകച്ചവടമാണ് അവിടെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയും ഷെയ്ഖ് ഹസീനയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എപ്പോഴും കൈക്കൊള്ളുന്നത്. അത് അവരുടെ പിതാവായിട്ടുള്ള ഷെയ്ഖ് മുജീബുർ റഹ്മാൻ മുതൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകളും പാകിസ്ഥാൻ പട്ടാളവും എല്ലാം ബംഗ്ലാദേശികളെ കൂട്ടക്കൊല ചെയ്യുകയും അതുപോലെ തന്നെ സ്ത്രീകളെയൊക്കെ കൂട്ടമാനഭംഗത്തിന് ഇരവരുത്തുകയോ ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിടെ നമുക്ക് ബംഗ്ലാദേശിലെ കാര്യങ്ങൾ നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ മറ്റ് മതമൗലികവാദ സംഘടനകളും ഭീകരരും എല്ലാം ചേർന്ന് അവിടുത്തെ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിക്കുകയും തുടർന്ന് അവർ ഭാരതത്തിൽ ഇപ്പോൾ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് മുജീബുർ റഹ്മാൻ. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പറഞ്ഞ നേതാവാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. അദ്ദേഹത്തിന്റെ മകളാണ് ഷെയ്ഖ് ഹസീന. അപ്പോൾ അവര് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഗവൺമെന്റിനെ ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകളുടെ അല്ലെങ്കിൽ റാഡിക്കൽ ഗ്രൂപ്പിന്റെ സഹായത്തോടുകൂടി അട്ടിമറിക്കുകയും അവിടെ ഈ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ അവരുടെ ചീഫ് മിനിസ്റ്ററും അല്ല, പ്രൈം മിനിസ്റ്ററും അല്ല, പ്രസിഡന്റും എല്ലാവരും അല്ല. അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ചീഫ് അഡ്വൈസിംഗ് ഓഫീസറോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഫെബ്രുവരിയിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ പൂർണ്ണമായിട്ടും അവിടെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ പാർട്ടിക്ക് അവിടെ ഒരു രീതിയിലും മത്സരിക്കാനുള്ള സ്കോപ്പ് ഇല്ല. പാകിസ്ഥാനിൽ ഇമ്രാൻഖാന് ഉണ്ടായ അവസ്ഥ തന്നെയാണ് ഇവിടെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കും അവരുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവാമി ലീഗും മറ്റേ ജമാഅത്ത് ഇസ്ലാമിയും കൂടെ ഒരുമിച്ച് നിന്നിട്ടായിരിക്കും എലക്ഷൻ എല്ലാം. കാരണം ചാൻസ് അവാമി ലീഗിനായിരിക്കും. കാരണം ഇപ്പൊ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഇല്ലാത്തതുകൊണ്ട്. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയുടെ പേര് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് തോന്നുന്നു അല്ലേ? ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, BNP. അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റത്തില്ല, കാരണം ആ പാർട്ടിയെ മൊത്തമായിട്ട് അവിടെ നിരോധിച്ചു. അവരുടെ ടോപ്പ് ലീഡറായിട്ടുള്ള ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഫെബ്രുവരിയിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ അവാമി ലീഗും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിനും മുൻതൂക്കമുള്ള അല്ലെങ്കിൽ പ്രോമിനൻസ് ഉള്ള ഒരു ഭരണ സംവിധാനമായിരിക്കും അവിടെ വരുന്നത്. അതായത് ഇന്ത്യക്കെതിരെ ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് വളരെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന സഖ്യങ്ങളാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചത് ഏറ്റവും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു എന്താണ് പറയുന്നത് വിഷയമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ഇപ്പം വല്ലാത്ത രീതിയിൽ
എന്താ പറയുക ഞെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ അവരുടെ പല തരത്തിലുള്ള നേതാക്കളൊക്കെ തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളും ഇന്ത്യ വിരുദ്ധ സ്റ്റേറ്റ്മെന്റുകളും പ്രസ്താവനകളൊക്കെ ഇപ്പോൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യക്ക് ഇതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനല്ല ചൈനയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിലുള്ള ഒരു ആക്സിസ് ഉണ്ടാക്കി ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനുള്ള പ്ലാനുകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് തീർച്ചയായിട്ടും വളരെ എന്താണ് പറയുക പ്രൊവാക്റ്റീവായിട്ട് ആക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല, വളരെ പ്രൊവാക്റ്റീവായിട്ട് നമുക്ക് അതിനെതിരെ ശക്തമായിട്ടുള്ള ഒന്നുകിൽ നിലപാടുകളും പ്രതിരോധങ്ങളും ഒക്കെ നമുക്ക് സൃഷ്ടിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അതെല്ലാം നമ്മുടെ ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളെ പാകിസ്ഥാനായിട്ടുള്ള 71 യുദ്ധത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പൊ എല്ലാ വർഷവും ഡിസംബർ 16 വിജയ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുമല്ല, അതിനെ അനുസ്മരിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ രാജ്യത്തിന്റെ ഏറ്റവും എന്താണ് പറയുന്നത് ഹിസ്റ്ററിയിൽ എടുത്തു പറയത്തക്ക പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് 1971 യുദ്ധം. കാരണം ഇന്ത്യ ഒരു പുതിയ രാജ്യത്തിന് നമുക്ക് ജന്മം കൊടുക്കുവാനും സാധിച്ചു. കാരണം 71 ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയുടെ അത്രയും പോലും എന്താ പറയുന്നത് നമുക്ക് ശക്തി ഏഹ്, ഇല്ലേ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പുറമോട്ട് നമ്മൾ നോക്കുമ്പം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള രാജ്യമല്ലായിരുന്നു. പക്ഷെ അന്നത്തെ നമ്മളുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭരിച്ച നമ്മളുടെ ഗവൺമെന്റിന്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ആ ഒരു വനിതയുടെ എന്താ പറയുന്നത് കറേജും വിൽ പവറും ഒക്കെ തന്നെയായിരുന്നു. കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളും പിന്നെ മറ്റ് ഇസ്ലാമിക് നേഷൻസ് എല്ലാം തന്നെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യക്കെതിരെ അണിനിരന്നപ്പോൾ ആ അത്രയും വലിയൊരു ശക്തിയെ നമുക്ക് തീർച്ചയായിട്ടും ഈ അതിനെ നമ്മൾ വകവയ്ക്കാതെ, അല്ലെങ്കിൽ ആ ഭീഷണികളെയും സമ്മർദ്ദങ്ങളെയും തന്നെ നമ്മൾ വകവയ്ക്കാതെ, ആകപ്പാടെ നമ്മളെ സഹായിക്കാൻ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ രാജ്യം മാത്രമേ അന്ന് പേരിന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നിട്ടും നമ്മൾ തീർച്ചയായിട്ടും ഈ വലിയൊരു എന്താണ് പറയുന്നത് വലിയൊരു ചലഞ്ച് തന്നെയാണ് ശരിക്കും 71 ഇന്ത്യ പാകിസ്ഥാൻ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അന്നത്തെ അമേരിക്കയും ചൈനയും ഈ പറഞ്ഞ സൗദി, UAE, ടർക്കി, ഇറാൻ, പിന്നെ ബാക്കിയുള്ള ഇസ്ലാമിക് രാജ്യങ്ങൾ, പിന്നെ നേറ്റോ, അമേരിക്കയുടെ പിന്നിലുള്ള നേറ്റോ രാജ്യങ്ങൾ, ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് തീർച്ചയായിട്ടും ഇത്രയും ഡിസിസീവ് ആയിട്ടുള്ള ഒരു വിക്ടറി പാകിസ്ഥാന് മുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന സാധനത്തെ നമുക്ക്, അല്ലെങ്കിൽ പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഇന്ത്യയുടെ ശക്തി വെച്ചിട്ട് പാകിസ്ഥാനെ ഇതിലും അതിലും മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ആ, അതിലും നമുക്ക് ഫലവത്തായിട്ടുള്ള ഒരു ആ, പാഠം പാകിസ്ഥാനെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഏം, നില നമുക്കുണ്ട്. പക്ഷേ അതിനുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഉള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ വിൽ പവർ, ഇതൊക്കെ തന്നെ. കാരണം നമുക്ക് ഇതിനകത്തിലൊക്കെ വേണ്ടത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് എപ്പോഴും നമുക്ക് വേണ്ടത് അങ്ങോട്ട്. കാരണം രാജ്യത്തിന്റെ ശക്തി രണ്ടാമത്തെ ഒരു വിഷയമാണ്, അതായത് മിലിറ്ററി സൈനികപരമായിട്ടുള്ള ശക്തികളും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആ രാജ്യത്ത് നിൽക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് നമുക്ക് എപ്പോഴും അവരുടെ വിൽ പവറും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബോൾഡ്നെസ്സുമാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അന്ന് ഇന്ദിരാഗാന്ധിക്ക് ഇതുപോലുള്ള പൊളിറ്റിക്കൽ പിന്നെ വില്ലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പ് വളരെ ബോൾഡായിരുന്നു എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക്. കാരണം ഇന്ന് ഇന്ത്യക്കുള്ള അത്രയും മിലിറ്ററി പവർ ഒന്നും അന്നില്ലായിരുന്നു തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പുറമോട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അങ്ങനെ ഒരു വലിയൊരു വിക്ടറി പാകിസ്ഥാന് മുകളിൽ നമ്മൾ പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിക്കാന്ന് മാത്രമല്ല, കാരണം ഈ പറഞ്ഞൊരു രാജ്യത്തിനെ നമ്മൾ പുതുതായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളൊരു കാര്യം കൂടെ ഇന്ത്യക്ക്, അതും അത്രയും സ്വാതന്ത്ര്യം കിട്ടി അത്രയും വർഷം മാത്രമായിട്ടുള്ള ഒരു രാജ്യം, സാമ്പത്തികമായിട്ട് പറയത്തക്ക വലിയ മെച്ചം പെടാത്തൊരു രാജ്യത്തിന് ഈ ഒരു രീതിയിലുള്ള ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ ഇന്നത്തെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനെ വിഭജിക്കുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നമുക്കുണ്ടാകണം, അതിനുള്ള പൊളിറ്റിക്കൽ ആംബിയർ നമുക്കുണ്ടാകണം. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ അതൊരു ഒരു ഒരു എന്താണ് ഒരു വേണമെങ്കിൽ നമുക്കൊന്ന് സംതൃപ്തിപ്പെടാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതായിരുന്നില്ല ആവശ്യം. ഒരു യുദ്ധത്തെ അല്ല നമ്മൾ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യുന്നത്, പക്ഷേ നമുക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് കൃത്യമായിട്ടുള്ള അവരൊക്കെ ഇനിയും ഒരു അടുത്തൊരു 10, 25, 30 വർഷം അവന്മാർ തലപൊക്കാത്ത രീതിയിലുള്ളൊരു മറുപടി, ഒരു നല്ലൊരു സ്ട്രോങ് മെഡിസിൻ പാകിസ്ഥാന് വളരെ അത്യാവശ്യമായിട്ടുള്ള
ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അതിന് അങ്ങനെയുള്ളൊരു സ്ട്രോങ് മെഡിസിൻ കൊടുക്കാൻ കഴിവുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നമുക്കുണ്ടാകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സൈനിക ശക്തിയും അല്ലെങ്കിൽ നമുക്ക് പ്രതിരോധപരമായിട്ട് നമ്മളെ തോൽപ്പിക്കുവാനല്ല, നമ്മളെ അടുത്ത് മുട്ടുവാൻ ഈ ചൈനയ്ക്ക് പോലും, ചൈനയായിട്ടും നമ്മൾ മിലിറ്ററി ഇപ്പം സാമ്പത്തിക രംഗത്തൊക്കെ നമുക്ക് അവരും നമ്മളും തമ്മിൽ വലിയ അന്തരം ഉണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഒരു വാർ എന്നുള്ള ഇതിലേക്ക് ചൈന വരുവാൻ രണ്ട് പ്രാവശ്യം തീർച്ചയായിട്ടും ആലോചിച്ചിട്ട് മാത്രമേ ഇന്ത്യക്കെതിരെ ഒരു വാർ അവിടെ ഡിക്ലെയർ ചെയ്യാൻ സാധ്യതയുള്ളൂ. 61-ലെ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിന് വേറൊരു, അത് ഇന്ത്യക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിനകത്തിലെ ചില പൊളിറ്റിക്കൽ ബ്ലണ്ടേഴ്സും ഒക്കെ തന്നെ ഉണ്ടായിരുന്നായിരിക്കാം. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു പക്ഷേ ഇന്ത്യ അമിതമായിട്ട് ചൈനയെ വിശ്വസിക്കുകയും ചൈനയിൽ നിന്ന് അങ്ങനെ ഒരു എന്താണ് പറയുന്നത് പ്രതികരണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അറ്റാക്ക് ഒന്നും ഉണ്ടാകും എന്നുള്ള ധാരണയൊന്നും ഇന്ത്യക്കില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഈ പ്രിപ്പയർഡ് ആയെന്ന് കാണത്തില്ല. കാരണം നെഹ്റുവിൻ്റെ മറ്റേ ഹിന്ദി ചൈന ബായ് ബായ് എന്നൊക്കെയുള്ള ചൈന അതെല്ലാം എടുത്ത് കാറ്റിപ്പറത്തിയിട്ട് നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ഒരു രീതി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇന്ന് ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി അല്പം, കാരണം അന്നും തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ സൈന്യം ഒരുപക്ഷെ പ്രിപ്പയർഡ് അല്ല, സൈന്യം റെഡി ആയിരുന്നായിരിക്കാം. പക്ഷേ സൈന്യത്തിന് പൂർണ്ണമായിട്ടുള്ള ഇപ്പം എയർഫോഴ്സിനും അല്ലെങ്കിൽ മറ്റ് എയർഫോഴ്സിനാണ്, ആർമി കഴിഞ്ഞാൽ പിന്നെ എയർഫോഴ്സാണ് ഏറ്റവും കൂടുതൽ റോൾ അവിടെ ഉള്ളത്. നേവിക്ക് പിന്നീട് വരുന്ന റോള് ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ഈവൻ പാകിസ്ഥാനെതിരെയുള്ള നമ്മൾ ഒരു യുദ്ധം നടക്കുകയാണെങ്കിലും ആദ്യം ആർമിക്കും എയർഫോഴ്സിനായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട റോളുള്ളത്. പക്ഷേ അതിനുശേഷം മാത്രമേ നേവിയുടെ ഒരു എൻട്രി റോളോ ഉണ്ടാകത്തുള്ളൂ. അപ്പം അന്ന് ഒരു പക്ഷേ നമ്മുടെ എയർഫോഴ്സിനെ ഒന്നും ഉപയോഗിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം കൂടെ പലയിടത്തും നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ പരാജയം സംഭവിച്ചത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ ചൈന ഇന്ത്യയെക്കാൾ വലിയ ഒരു ശക്തിയൊന്നും ആയിരുന്നില്ല. ഏകദേശം ഇന്ത്യയും ചൈനയൊക്കെ തുല്യ ശക്തികൾ തന്നെയായിരുന്നു 1961 തന്നെ. പക്ഷെ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായ ലാക്ക് ഓഫ് പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ എന്താണ് ആ ബോൾഡ്നെസ്സിൻ്റെ ഒക്കെ തന്നെ ഒരു വിഷയം കൊണ്ടാണ് നമുക്കന്ന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നെന്നുള്ളതായിരിക്കാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, എനിവേ, ഇപ്പം ഈ പറഞ്ഞ വിജയ ദിവസം നമ്മൾ എല്ലാ വർഷവും ഡിസംബർ 16-ന് ആഘോഷി ആഘോഷിക്കുകയല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഒരു വിജയ ദിവസമായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കി നമ്മൾ നമ്മളുടെ രാജ്യത്തിന് വേണ്ടി ജീവിതം ആ, അർപ്പിച്ച പിന്നെ ധീര ജവാന്മാർക്ക് നമ്മൾ ഒരു ആദരവായിട്ട് ഈ ദിവസം നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഇനിയും പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു ത്രട്ടിനെ നമുക്കിതുവരെ നമുക്ക് ഒരു രീതിയിലും എന്താ മിനിമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് പാകിസ്ഥാൻ തന്നെയാണ്. ആ പാകിസ്ഥാൻ എന്നുള്ള ഇറിറ്റേഷനെ നമുക്ക് പൂർണ്ണമായിട്ടും ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡയലൂട്ട് ചെയ്യുക എന്നുള്ളത് ഏഹ്, നമുക്ക് സാധ്യമാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ വിൽ പവർ, പൊളിറ്റിക്കൽ ബോൾഡ്നെസ് ഒക്കെ തന്നെ ഉണ്ടായാൽ മാത്രമേ നമുക്ക്, കാരണം അതിനെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റിയെടുക്കുവാനും പാകിസ്ഥാനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏഹ്, തീർച്ചയായിട്ടും പറ്റും. ഇന്ത്യ കാര്യമായിട്ടൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും. കാരണം നമുക്കറിയാം പാകിസ്ഥാനിലുള്ള യുദ്ധം ഇന്ത്യക്ക് നഷ്ടം ഉണ്ടാക്കി വെക്കും. കാരണം യുദ്ധങ്ങൾ ഇരു രാജ്യങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കി വെക്കും. പക്ഷേ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ 71-ലെ വാർ 13-14 ദിവസം നീണ്ടു നിന്നുള്ളൂ. ഇത് നമുക്കിപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 13, 14, 15 ഇപ്പോഴത്തെ കണ്ടീഷനിൽ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക നിലയും കൂടെ ഒക്കെ നമ്മൾ കണക്കിലാക്കുകയാണെങ്കിൽ അവർക്ക് അധികാലം ഒരു യുദ്ധത്തിൽ ഒരു പ്രൊട്രാക്റ്റഡ് വാർ എന്നൊക്കെ പറയും, ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് പാകിസ്ഥാന് പോകാൻ സാധിക്കത്തില്ല. അതിനുള്ള നമ്മുടെ നേവിയൊക്കെ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ കറാച്ചി പോർട്ടിനെയൊക്കെ നമുക്ക് ഫലവത്തായിട്ട് ബ്ലോക്കേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധ രീതിയിലുള്ള പിന്നെ ശ്വാസമുട്ടലുണ്ടാവുകയും അതുപോലെ പാകിസ്ഥാന് മറ്റൊരു അടിയറവ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് അതിനെ നമുക്ക് കൊണ്ട് എത്തിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ളതൊക്കെ നമ്മളെ ഭരിക്കുന്നവരും ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നവരും അല്ലെങ്കിൽ ഉന്നത തലത്തിലിരിക്കുന്ന ആൾക്കാരും ഒക്കെയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.